ഒരു നിശബ്ദമായ സന്ധ്യാകാലം. പച്ചപ്പുള്ള കാടിനുള്ളിൽ സൂര്യൻ പതുക്കെ അസ്തമിക്കുകയായിരുന്നു. ആകാശം ഇളം ചുവപ്പും ഓറഞ്ചും കലർന്ന മൃദുവായ നിഴലായി മാറുകയായിരുന്നു. കാട്ടിനു നടുവിൽ ചാടിക്കളിച്ചു മടുത്ത ഒരു കൊച്ചുമുയൽ വലിയൊരു കോട്ടുവാവിട്ടു. അതിൽ നിന്ന് കുറച്ചു ദൂരത്ത് ഒരു ചെറുതായ എലി കന്നുകൾ മസിലായി ഉറക്കം വരുന്നതുപോലെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇരുവർക്കും ഇന്ന് വളരെ തിരക്കായ ഒരു ദിവസമായിരുന്നു. മുയലും എലിയും വലിയ ഒരു മരത്തിന്റെ കീഴിൽ തമ്മിൽ കണ്ടുമുട്ടി. "എനിക്ക് ഉറക്കം വരുന്നു" എന്ന് മുയൽ പതുക്കെ പറഞ്ഞു. "എനിക്ക് കൂടി" എന്ന് ഉറങ്ങാൻ എലി മറുപടി പറഞ്ഞു. അവർക്കും ഇരുവരും സുഖകരമായ, ഉഷ്ണതയുള്ള, മൃദുവായ ഉറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ തിരയാൻ തുടങ്ങി. ആദ്യമായി അവർ ഒരു പച്ചപ്പുള്ള പുല്ലിന്റെ ചുരുൾ കണ്ടുപിടിച്ചു. അത് വളരെ മൃദുവും പഞ്ചസാര പോലെയുള്ളതുമായിരുന്നു. എങ്കിലും മുയൽ അതിൽ സ്പർശിച്ചതോടുകൂടെ "അയ്യോ, ഇത് ഇളം തണുപ്പും ഒഴിഞ്ഞതുമാണ്" എന്ന് വിറച്ചു പറഞ്ഞു. അടുത്തതായി അവർ വരണ്ട ഇലകളുടെ കൂമ്പാരം കണ്ടു. എലി അതിനകത്തു കിടന്നു. ചീക്ക് ചീക്ക് എന്ന് ഒരു ശബ്ദമുണ്ടായി. "ഇലകൾ കഠിനമാണ്. ഇത് സുഖകരമല്ല" എന്ന് എലി മുഖം ചുളിച്ചു പറഞ്ഞു. അത്രയോടെ ഇരുവരും കുറച്ചു നിരാശരായി. അപ്പോൾ ഒരു മരക്കൊമ്പിന്റെ കീഴിൽ മൃദുവായ ചിറകുകളാൽ നിർമ്മിച്ച ഒരു ചെറിയ പക്ഷിയുടെ കൂട് കണ്ടു. മുയലും എലിയും അതിലേക്ക് പതുക്കെ നടന്ന് ആ കൂടിനകത്തേക്ക് കയറി. "വാവ്" എന്ന് മുയൽ പറഞ്ഞു. "ഇത് എത്ര മൃദുവാണ്." മുയലും എലിയും ചേർന്ന് ആ കൂടിനകത്ത് ചുരുങ്ങിക്കിടന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുകയായിരുന്നു. മരക്കൊമ്പുകൾ തണലുള്ള കാറ്റിൽ പതുക്കെ വീശി. മുയലും എലിയും സുരക്ഷിതമായും സന്തോഷത്തോടെയും ഉറങ്ങി. അവർ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടു. നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ സമയം എടുക്കും. ധൈര്യത്തോടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് ശരിയായത് എളുപ്പത്തിൽ കണ്ടെത്താം. ഒരു പച്ചപ്പച്ചയായ കാട്ടിൽ ഒരു കുഞ്ഞ് എലി സ്വതന്ത്രമായും സന്തോഷത്തോടെയും ജീവിച്ചിരുന്നു. അത് പ്രതിദിനവും പുഷ്പങ്ങളുമായി കളിച്ച്, കാറ്റിനൊപ്പം തുള്ളി തുള്ളി ഓടി, വെള്ളത്തിൽ കുളിച്ച് സന്തോഷിച്ചു. ഒരു ദിവസം ആ കാട്ടിലേക്ക് ഒരു വലിയ ആന എത്തിയിരുന്നു. അതിന്റെ കാൽസ്വരം ഭൂമിയെ നടുങ്ങിച്ചു. അതിന്റെ ശ്വാസത്വരവും ഇടിമുഴക്കം പോലെ കേട്ടു. മറ്റ് എല്ലാ മൃഗങ്ങളും ഭയന്ന് ഓടിമറഞ്ഞു. എങ്കിലും കുഞ്ഞ് എലി നിശബ്ദമായി നിന്നു. ആ എലി നേരെ ആനയിലേക്ക് പോയി പറയുന്നു: "നമസ്കാരം വലിയ ആനേ. ഇവിടെ എല്ലാവരും നല്ലവരാണ്. ഇവിടെ ആരും ആരെയും വീഴ്ചപ്പെടുത്തില്ല. നിങ്ങൾ ഇവിടെ സന്തോഷമായി കഴിയാം." ആന ഒരു ചെറിയ പുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു: "നന്ദി കുഞ്ഞേലിയെ, നീ ധൈര്യത്തോടെ സംസാരിക്കുന്നു. നാം രണ്ടുപേരും സുഹൃത്തുക്കളാകാമോ?" അതിനുശേഷം എലി ആനയെ കാട്ടുചുറ്റി കാണിച്ചു. അവർ ഒരുമിച്ച് കളിച്ച് സന്തോഷിച്ചു, നല്ല സുഹൃത്തുക്കളായി. ഒരു ദിവസം എലി ഒരു ആഴമുള്ള കുഴിയിൽ തെറ്റി വീണു. ആ ചെറിയ എലി "സഹായം, സഹായം" എന്ന് വിളിച്ചു. പക്ഷേ ആ ശബ്ദം ആർക്കും കേൾക്കാനായില്ല. എങ്കിലും ആനയുടെ ചെവിക്ക് ആ ശബ്ദം വ്യക്തമായി കേട്ടു. ഉടൻ ഓടി വന്നു. ആന കുഞ്ഞ് എലിയെ രക്ഷിച്ചു. ആ സംഭവത്തിനു ശേഷം അവരുടെ സൗഹൃദം കൂടുതൽ ശക്തമായി. അവർ പ്രതിദിനവും ഒരുമിച്ച് കളിച്ചു, പാടിയും നൃത്തം ചെയ്തും കഥകൾ പങ്കിട്ടും സമയം ചെലവിട്ടു. മറ്റു മൃഗങ്ങൾ ഈ സൗഹൃദം കണ്ടും സന്തോഷിച്ചു. കാട്ടിൽ ഐക്യവും സൗഹൃദവും വളരാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങി.